നവീൻ ബാബുവിനെ കൊന്നതാണെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ അഡ്വക്കേറ്റ് അനിൽ പി നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം. മൃതദേഹം കണ്ട് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു. ആ രക്തക്കറ ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ എങ്ങനെയുണ്ടായി എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറയേണ്ടതാണ്. അത് പറയാത്രത്തോളം കാരണം ഒന്നുകിൽ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലീസ് മനഃപൂർവ്വം ഡോക്ടർ കൊടുത്തിട്ടില്ല എന്നതൊരു ഭാഗം വരാം. അതല്ല എങ്കിൽ പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ ആവശ്യപ്പെടേണ്ടിയിരുന്നൊരു വസ്തുത അത് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെപ്പറ്റി പരാമർശിക്കാതിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയ ഒരു മുറിവ് ആ ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട്. അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ചുമതലയുമാണ്. അന്വേഷണം ആ തുടക്കം മുതൽ ശരിയായ ദിശയിലല്ലല്ലോ. കാരണം അതിൽ ഒരു പ്രതി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്നിലധികം പേരുടെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട്. അങ്ങനെ ഈ കൊലപാതകത്തിന്റെ ഭാഗമായവരാരായാലും അവര് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തണം. കൂടുതലൊന്നും പറയാനില്ല. നവീൻ ബാബുവിനെ കൊല്ലാൻ പദ്ധതിയിട്ടിട്ട് അത് തന്ത്രപൂർവ്വം ആത്മഹത്യയാക്കി മാറ്റുവാൻ കൊലയാളികൾ തന്നെയാണോ പി ദിവ്യയെ യാത്രയപ്പ് ചടങ്ങിലേക്ക് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുവാൻ പറഞ്ഞയച്ചതെന്ന ചോദ്യം മാത്രമാണ് ബാക്കി.